ഇന്ന് രാമായണ മാസമാണ്, കർക്കിടകം 1 അതിൻ്റെ സന്തോഷത്തിൽ അവൽ നെയ്യിൽ വറുത്തിട്ട് ശർക്കരപ്പൊടിയിട്ട് കഴിച്ചു. നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ. ഇത് ഭഗവാന് കൊടുത്തിട്ട് ഞാൻ എൻ്റെ അമ്മക്കുഞ്ഞിന് കൊടുത്തു. ഇന്ന് രാമായണ മാസമാണ്, കർക്കിടകം 1 അല്ലേ? അപ്പം രാമായണ മാസമായിട്ട് അമ്മ രാമായണത്തെ ആസ്വദാക്കിയിട്ട് കുറെ വീഡിയോസ് ചെയ്യണം എന്നാണ് എൻ്റെ അമ്മക്കുഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനുള്ള ഒരുക്കങ്ങളെല്ലാം മാക്സിമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കോസ്റ്റ്യൂംസിന്റെ ഭാഗമായിട്ട് എനിക്ക് കാൽമുണ്ട് ആവശ്യമുണ്ടായിരുന്നു. ഈ അഗസ്ത്യ മന്ദിരത്തിന്റെ അടുത്ത് SP രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഹാൻഡ്ലൂം എന്ന് പറഞ്ഞ ഈ ഷോപ്പിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. എല്ലാം ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള വീഡിയോസ് എല്ലാം കൂടുതലും രാമായണത്തിനെ കുറിച്ച്, അതിന് ഉള്ളിൽ എന്താണെന്നുള്ളതും കൂടി ഞാൻ പറയും കേട്ടോ. അതിലെന്താണ് ഉള്ളിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റും. കോസ്റ്റ്യൂംസ് മേടിച്ചിട്ട് വന്നപ്പം ഞാൻ പ്രോപ്സിന്റെ ആവശ്യത്തിന് കമ്പി, എനിക്ക് മുളയൊന്നും ക്ലിയർ ആവുന്നില്ലായിരുന്നു. ഞാൻ മുള കാട്ടിപ്പോട്ട് ഞാൻ പറിച്ചെടുത്തുകൊണ്ടൊക്കെ വന്നു, പക്ഷെ അതൊന്നും എനിക്ക് സെറ്റ് ആവുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഈ ചേട്ടൻ വെൽഡ് ചെയ്യണ വർക്ക്ഷോപ്പിൽ ഞാൻ ചോദിച്ചു, ചേട്ടാ എനിക്കൊരു കമ്പി കഷ്ണം തരുമോ? അപ്പം ചേട്ടൻ എനിക്ക് ആ സംഭവം തന്നെ സെറ്റ് ചെയ്ത് തന്നു, അതിന്റെ ഫ്രെയിം സെറ്റ് ചെയ്ത് തന്നു. താങ്ക് യു ബാബാ. ഈ ധന്യമായ മാസത്തിന്റെ ഓരോ കഥകളും അമ്മ അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. രാമായണ കഥകള്, ഓരോ കഥകളും ഈ കണ്ണുകൊണ്ട് കാണുമ്പോൾ അത് ഒരു കഥകളാണ്. ഈ കണ്ണുകൊണ്ട് കാണുമ്പോൾ അതിൽ ഓരോ പൊരുളും വളരെ മഹത്തായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. എൻ്റെ അമ്മക്ക് എൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫ്രെയിം, അതായത് വില്ലിന്റെ ഫ്രെയിം കിട്ടിയത് കൊണ്ട് എനിക്ക് പേപ്പർ വെച്ച് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ബാക്കി ഇതെല്ലാം ഞാൻ പേപ്പർ വർക്ക് തന്നെയാണ് കേട്ടോ. ഇതിൽ ഞാൻ പുട്ടി വെച്ചിട്ട് അതൊരു തടിക്കഷ്ണമാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഞാൻ സംഭവം സെറ്റ് ചെയ്തു. നിർമ്മലമായിട്ട് എല്ലാവരും ഭക്തി സാന്ദ്രമാവുന്ന ഒരു മാസമാണ് അല്ലേ? യഥാർത്ഥത്തിൽ ഈശ്വരനെ തിരിച്ചറിയാൻ ഈ നമ്മുടെ ഉൾക്കണ്ണ് തുറന്ന് കണ്ടാൽ മതി. രാത്രിയും വായിക്കുന്ന ഈശ്വരൻ, അതായത് പ്രകാശമാണ്. മനസ്സ്, ബുദ്ധി, സംസ്കാരം, കൗസല്യ, കൈകേയി, സുമിത്ര. കൗസല്യമാകുന്ന മനസ്സിൽ രാമൻ ജനിക്കുന്നു അല്ലേ? മന്മനാഭവ എന്ന് ഗീതയെ പറയുന്നുണ്ട്. മനസ്സ് എന്നിൽ അർപ്പിക്കൂ, മധ്യത്തിലിരിക്കുന്ന വിഷ്ണു ആകും. അപ്പൊ മധ്യത്തിലിരിക്കുന്ന വിഷ്ണു ആകണമെങ്കിൽ മനസ്സ് ഭഗവാൻ അർപ്പിക്കണം. മനസ്സെന്ന് പറഞ്ഞാൽ കൗശല്യക്കാരിയാണ്, കൗസല്യാണ്. അപ്പൊ കൗസല്യയുടെ മകനായിട്ട് രാമൻ ജനിച്ചു. അതായത് എല്ലാവർക്കും മനസ്സുണ്ട്. മനസ്സ് ശുദ്ധമാണെങ്കിൽ അവിടെ ഈശ്വരൻ വരും, ഈശ്വരീയ സാന്നിധ്യം ഉണ്ടാകും. പ്രോപ്പർസ് ഏകദേശം ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനിയുള്ള ഓരോ വീഡിയോസും രാമായണത്തിന്റെ ചെറിയ കഥകളും അതിൽ യഥാർത്ഥത്തിൽ അർത്ഥങ്ങളും ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ അമ്മൂഞ്ഞിന്റെ ഹൃദയം നിറഞ്ഞ രാമായണ മാസ ആശംസകൾ. ഓ